സത്യത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ ജീവിക്കുകയാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോവുകയാണോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുണ്ട് അല്ലെ? എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് നടക്കുന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ ഡേ ടു ഡേ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, വൈകുന്നേരം വന്ന് ഉറങ്ങുന്നു, അങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലെ? ഞാൻ മനസ്സിലാകുന്നത് വലിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ പ്രതീക്ഷകൾ വലുതായിരിക്കും, പക്ഷെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു സമർപ്പണം കൂടി ഉണ്ടാവില്ല. ഡേ ടു ഡേ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ദിനചര്യകളിൽ കുടുങ്ങിക്കെടുക്കാനുള്ളത് വളരെ എളുപ്പമാണ്. നമ്മുടെ കംഫർട്ട് സോണിലാണ് എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്ത് എന്നാൽ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു ആലോചിച്ച് അങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ സത്യം എന്തായാലും നമ്മൾ മാറ്റം വരുത്താതെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് നമ്മളൊരു മാറ്റം വരുത്താതെ എവിടെയും മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആഗ്രഹങ്ങൾ എത്തിപ്പിടിക്കണമെങ്കിൽ, നമ്മുടെ പരമാവധി കഴിവുകൾ ഉപയോഗിക്കണമെങ്കിൽ, അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥ വിജയം നേടാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വലിയൊരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും എന്താ? നമ്മുടെ മനസ്സിനെ പരിശീലിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മനസ്സതിന് ശക്തി ആർജിക്കണം. മനസ്സ് ഏറ്റവും ശക്തമായ ഉപകരണം. മറ്റേതൊരു ടൂൾസിനെ പോലെ തന്നെ മനസ്സൊരു ടൂളാണ്. പക്ഷെ മറ്റുള്ള ടൂൾസ് നമുക്ക് എന്തറിയാം, എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം അറിയാം. എന്നാൽ മനസ്സിനെ നമ്മൾ ശരിക്കും ഒരു ടൂളിനെ കാണുന്ന പോലെ കണ്ടുകൊണ്ട് അതിന് ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് ഫാൾട്ട് വരുന്നത്. വലിയൊരു ഭാഗം ആളുകൾ അതിനെപ്പറ്റി അറിയുന്നു. നമ്മൾ മനസ്സെന്ത് ചിന്തിക്കുന്നോ ആ രീതിയിൽ മനസ്സൊരു ചിന്തക്ക് ഒരു നിയന്ത്രണമില്ലാതെ അങ്ങനെ വഴിതെറ്റി പോവാം. അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഡൗട്ട്സുകൾ ഉണ്ടാവും, നമ്മുടെ ഭയം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിനെ നിയന്ത്രണം വെച്ചെടുക്കുക. നമ്മുടെ കയ്യിലല്ല നമ്മുടെ മനസ്സ്. നമുക്കെന്തെങ്കിലും സംശയം വന്നാൽ, നമുക്കെന്തെങ്കിലും പേടി വന്നാൽ മനസ്സെന്താണ് ചിന്തിക്കുന്നത്, അതിലൂടെ നമ്മൾ എങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ല. എന്താ സംഭവിക്കുക? മനസ്സെന്ത് ചിന്തിക്കുന്ന ആ വഴിക്ക് നമ്മൾ അങ്ങനെ പോകുന്നു എന്നല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്, നമ്മൾ സ്വപ്നം കാണുന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടെത്തിക്കില്ല എന്നതാണ് സത്യം. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. എങ്ങനെ? നമ്മളൊന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ പഠിക്കും, കാര്യങ്ങൾ വ്യത്യസ്തമായി കാണാൻ പഠിക്കണം, വ്യത്യസ്തമായി ജീവിക്കാൻ പഠിക്കണം എന്നതാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റിയാൽ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അതിന് തയ്യാറാവണം. ആദ്യം മനസ്സുകൊണ്ട് നമ്മൾ അതിന് തയ്യാറാവണം എന്നതാണ്. അതിനുവേണ്ടി മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. ഒരു സുപ്രഭാതത്തിൽ കഴിയില്ല. കാരണം നമ്മൾ എത്ര വർഷം ജീവിച്ചോ അന്നൊക്കെ ചെയ്തു വെച്ച ആ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ പോവാൻ നമ്മൾ. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ പരിശീലനം കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പരിഹരിക്കാം എന്നുള്ളതൊന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ട്, നല്ല ശ്രദ്ധ കൊടുത്ത്, നല്ല വ്യക്തത വരുത്തി നമുക്ക് നമ്മുടെ മനസ്സിനെ അങ്ങനെ പതുക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ മനസ്സിന്റെ ചിന്തകൾ നമ്മുടെ കൈപ്പിടിയിൽ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്വപ്നത്തിൽ എത്തിപ്പെടാൻ വേണ്ട ചിന്തകളെ നമ്മൾ പഠിക്കണം. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ചിന്തിച്ചാലാണ് നമ്മൾ ഡ്രീമിൽ എത്താൻ വേണ്ടി കഴിയുക. നമ്മൾ ചിന്തിക്കാതിരിക്കേണ്ടത് എന്തൊക്കെയാണ്? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. 100% കറക്റ്റ് ആണ്. ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഒരു പ്രോബ്ലം വരുമ്പോ ആ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് കുറിക്കഴിയാൻ കഴിയില്ല. എന്നാൽ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. എല്ലാ പ്രോബ്ലങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. ആ പ്രോബ്ലം എന്താണോ അതിന്റെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ സൊല്യൂഷൻ എന്തെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കുറിക്കഴിഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ അതിന്റെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യാം? പരിശീലിപ്പിച്ചെടുക്കുക. നെഗറ്റീവായിട്ട് നമ്മൾ ബാധിക്കുന്ന ഒരു ചിന്തയും നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലേക്ക് കയറ്റി കൊടുക്കരുത്. ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് അത് നശിപ്പിക്കാൻ വരുന്ന ചെറിയ വണ്ടിനെ പോലും നമ്മൾ ഇഷ്ടപ്പെടുകയല്ലോ. എന്നാൽ നമ്മുടെ മനസ്സാലോചിച്ചത് എത്ര മനോഹരമാണ്. അത് നശിപ്പിക്കാൻ നെഗറ്റീവായ ചിന്തകളെ എന്തിനാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്? അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി മനസ്സിലേക്ക് പോസിറ്റീവ് മാത്രം കൊടുത്ത് നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം എന്ന് ആലോചിച്ച് അതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക.